കൺസെപ്റ്റുമായിട്ടാണ് ഹൈദരാബാദിൽ നമ്മുടെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ഇഡ്ഡലി സ്കൂപ്സ് ഇഡ്ഡലി എന്ന് പറയും. ഇവിടെ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തന്നെ ആദ്യം കുറേ മസാലകളൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ചട്നിയുണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ സ്പെഷ്യലി ബേസിക്കലി മസാല അതിൽ ആദ്യം തന്നെ മുക്കിയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മളിപ്പോൾ ഒരു സെറ്റിനോടൊപ്പം നമുക്ക് വാട്ടർ ബോട്ടിലും തരും. ചെറിയൊരു ഔട്ട്ലെറ്റാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ വേറെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ പേര് സ്കൂപ്സ് ഇഡ്ഡലി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബിർള മന്ദിറിൻ്റെ അടുത്താണ്. ബിർള മന്ദിർ ആക്ച്വലി 4 മണിക്ക് എൻട്രി ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ നടുവിൽ അത് അടക്കും. ഒരു മോർണിംഗ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അടച്ചിടുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തുനിന്ന് എന്നൊക്കെ കണ്ടിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. ബിർള മന്ദിറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ശിവ സ്റ്റാച്യു ഉണ്ട്. ഇവിടെയും വേറൊരു ക്ഷേത്രം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പല ഉപാസനകളുള്ള ഒരു ക്ഷേത്രമാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട്, ആൾക്കാർ ക്യൂ ഉണ്ട്. 2 മണിക്ക് ഇനി തുറക്കുള്ളൂ. ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. 12ൻ്റെയും 2ൻ്റെയും ഇടക്ക് ബ്രേക്കാണ്. അതുകൊണ്ട് ആ സമയത്ത് വന്നിട്ട് നമ്മൾ കാര്യമില്ല, ദർശനം പറ്റില്ല. ഇതിൻ്റെ മേലേക്കാണ് അമ്പലം കിടക്കുന്നത്. ഒരു 85 മീറ്റർ ഹൈറ്റിലാണ്. 13,000 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 13 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ക്ഷേത്രമാണ്. കുറച്ച് കയറ്റം കയറി വരണം, കുറച്ച് കഷ്ടപ്പാടുണ്ട്. ചെറിയ കയറ്റമൊന്നുമില്ല, ചെറിയത്. മൊബൈൽ ഫോൺ, ക്യാമറ, ലാപ്ടോപ്പ് ഇതൊന്നും അലൗഡ് അല്ലാന്ന് വിചാരിച്ചു. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പുറത്തുനിന്നുള്ള ഷൂട്ടിങ്ങേ നടക്കുള്ളൂ. അകത്ത് പല ഫ്രെസ്കോ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, അത്രയേ പറ്റുള്ളൂ. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. താഴെ നിന്ന് നമുക്ക് കയറി വരണം, ഇത്രയൊരു ദൂരം. ഇതിൻ്റെ മുൻവശം ഇങ്ങനെ കാണാം. അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വലിയ ക്യൂ ആണ്. ആൾക്കാർ ഒത്തിരി ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ ലാപ്ടോപ്പും മൊബൈലും കാര്യങ്ങളും ഡിവൈസസും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മുൻവശം മാത്രം ഷൂട്ട് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. മനോഹരമായിട്ടുണ്ട്. ഒരു കല്ലിൻ്റെ മുകളിലാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ. അതിന് മേലെ മണ്ടൊക്കെ കുറേ ആൾക്കാർ കയറി കിട്ടുന്നുണ്ട്. അതൊരു ക്ലോക്ക് ടവർ എത്തുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വൈറ്റ് പെയിൻറ്റിങ്സിലാണ് ചെയ്തിട്ടുള്ളത്. വാഹനങ്ങൾ കണ്ടില്ലേ താഴെ നിന്ന് കയറി വരുന്നത്. ബിർള മന്ദിറിൻ്റെ ചെറിയ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. കാരണം അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ബിർള മന്ദിറിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമുക്കിപ്പം കയറിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഷൂട്ടിങ്ങൊന്നും അലൗഡ് അല്ല. അപ്പം നമ്മൾ കയറുന്നതിൽ വലിയ പോയിൻ്റ് ഇല്ല. മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഞാൻ താമസിക്കുന്നത് ഹൈദരാബാദിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉസ്മാൻ ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ടെമ്പിൾ. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബിർള സയൻസ് സെൻറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇവിടുന്ന് 2 മിനിറ്റ്സ് വാക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ടെമ്പിളിൻ്റെ വിസിറ്റിംഗ് ടൈം 7 to 12 ആണ്, 2 to 9 ആണ്. അപ്പോൾ നമ്മൾ വന്നത് ശരിക്കും ഒരു ഓഡ് ടൈമായി പോയി. പക്ഷേ കയറാൻ പറ്റുമായിരുന്നു, 2 മണിയായി. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൊബൈലും കാര്യങ്ങളൊന്നും അലൗഡല്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മൾ തിരിച്ചു പോകാം. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗോൽക്കൊണ്ട ഫോർട്ടാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പലയിടത്തിലും കിട്ടുന്നതാണ് ഈ മൺപാത്രം കൊണ്ടുള്ള വെള്ള ചായ. ഇവിടെയും കാണാം. ഈ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത് 1976-ലാണ്. ശ്രീ രംഗനാഥാനന്ദ സ്വാമിജി, രാമകൃഷ്ണ മിഷൻ്റെ ശ്രീ രംഗനാഥാനന്ദി സ്വാമിജിയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബിർള ഫൗണ്ടേഷൻ ഇതിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബിർള മന്ദിർ എന്ന് കൂടി പറയാൻ. ഞാൻ താമസിച്ചിരുന്നത് മെട്രോൻ്റെ തൊട്ടടുത്താണ്. മെട്രോ ഇവിടെ സിറ്റി മൊത്തം കണക്റ്റഡാണ്. ഇതിൻ്റെ ലൈൻസാണ് ഈ കാണുന്നത്. പെട്ടെന്ന് തകർത്ത് പെയ്യുന്ന മഴ. സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അടിപൊളി മഴ.
നല്ല ചൂടാണ് ഇവിടെ. വിൻ്റർ തുടങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്ത് വിൻ്ററാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതിലെ മഴയും ചൂടും ഒക്കെ കിട്ടി. നമ്മൾ മെട്രോൻ്റെ താഴെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെട്രോ ഇവിടെ തന്നെ ഉണ്ട്. അതിനോടൊപ്പം ഇങ്ങനെ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. 17002 സെക്കന്ദരാബാദ് ഷിർദി പോകുന്ന ട്രെയിനാണ്. അങ്ങനെ ഭയങ്കര ഓട്ടപ്രദർശനമായിരുന്നു. നടുവിൽ മഴ പെയ്തു. അതൊക്കെ ആയിട്ട് ഡിലേ ആയില്ല. 4:02 ഇവിടെ എത്തി. 4:10 ട്രെയിൻ. നമ്മുടെ B2 ആണ് കമ്പാർട്ട്മെൻറ്റ്. യെസ്, B2 എത്തിയിരിക്കുകയാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറുകയാണ്.